judicial review. So judicial review is associated with the power of judiciary to look into the constitutionality of law. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ അധികാരമാണ്. അതായത് ഭരണഘടനയുടെ സാധ്യതകളെ നോക്കിക്കാണുന്നതിന് വേണ്ടി ജുഡീഷ്യറി ഉപയോഗിക്കുന്ന അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഡിക്ലെയർ എനി ലോ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് ഇറ്റ് ഈസ് വയലേറ്റീവ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുമാത്രമല്ല ഏതൊരു നിയമത്തെയും എന്ത് ചെയ്യാം, അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും. ആർക്ക്? ജുഡീഷ്യറി. അതായത് ഇഫ് ഇറ്റ് ഈസ് വയലേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യറി ഒരു രാജ്യത്തെയാണോ അതോ പൊതുവെ പറയാം? പൊതുവെ പറയാം. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ഈസ് ദ പവർ ഓഫ് ദ കോർട്ട് or judiciary to declare any law as unconstitutional when it found that it was against the provisions of the constitution. അതായത് ഭരണഘടന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമം എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുമ്പോൾ ആ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് തോന്നിയാൽ അതിനെ എന്ത് ചെയ്യാം, ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. സോ ജുഡീഷ്യൽ റിവ്യൂ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ പവർ ഓഫ് ദ കോർട്ട് ടു ഹോൾഡ് എനി ലോ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ദാറ്റ് ഇറ്റ് സീം ടു ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ബേസിക് ലോ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഡെഫിനിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് കോടതിയുടെ അധികാരമാണ്. ഏതാ? ജുഡീഷ്യൽ റിവ്യൂ ഏത് നിയമത്തെ എന്ത് ചെയ്യാം, അൺകോൺസ്റ്റിറ്റ്യൂഷണലായി കൈകാര്യം ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ്? രാഷ്ട്രത്തിൻ്റെ ബേസിക് ലോ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾക്കെതിരായിട്ടാണ് ഈ ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കി എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാം. The theory behind the judicial review is that the constitution is the basic law which establishes legislative, executive and judicial branch of government with their authority. ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയപ്പെടുന്നത് ഭരണഘടനയാണ്. എന്താ? അടിസ്ഥാനപരമായ നിയമം. ആ ഭരണഘടന അടിസ്ഥാനപരമായിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും എന്താ ആ അധികാരങ്ങൾ വിഭജിച്ച് നൽകുന്നു. അപ്പോൾ ഇവിടെ ബേസിക് ലോ എന്ന് പറയപ്പെടുന്ന എപ്പോഴും ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. So if the parliament passes laws against the constitution or the executive issues orders against the constitution, such law or order can be declared null and void or ultra vires the constitution. ഇപ്പോൾ പാർലമെൻറ്റ് ഒരു നിയമം ഉണ്ടാക്കുന്നു, ആ നിയമം അല്ലെങ്കിൽ ആ നിയമത്തെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കും. അപ്പോൾ പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കും, എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നടപ്പിലാക്കുന്ന ഈ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് തോന്നിയാൽ ആ നിയമങ്ങളെ എന്താണ്, നൾ ആൻഡ് വോയിഡ് അല്ലെങ്കിൽ അൾട്രാ വയേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് ഏതാ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ ഈസ് ദ അമേരിക്കൻ ഇന്നോവേഷൻസ് ടു ദ ആർട്ട് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് തലത്തിലേക്ക് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് എവിടെയാണ്? അമേരിക്കയിൽ ആയിരുന്നു. ദ ഫെഡറൽ കോർട്ട് ഇൻ USA ക്യാൻ ഇൻ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിസി. അമേരിക്കയിലെ കോടതിയായ ഫെഡറൽ കോർട്ടിന് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ആ നയരൂപീകരണങ്ങളെയും ഭരണഘടനയും എന്ത് ചെയ്യാം, വിമർശിക്കുവാനുള്ള അധികാരം ഉണ്ട്. ദേ മേ അപ്ഹോൾഡ് ഓർ ഡിക്ലെയർ null and void any act of the Congress or orders of the executive which is in the conflict with the constitution. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നു? ഏതൊരു നിയമത്തെയും null and void ആയി പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ എന്താ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എന്ത് ചെയ്യാം, പ്രഖ്യാപിക്കാം. അതായത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന അമേരിക്കയുടെ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന ഏതൊരു നിയമത്തെ എന്താ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പുറപ്പെടുവിക്കുന്ന ഏതൊരു ഉത്തരവിനെയും അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കാം, വിച്ച് ഈസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ? കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ നിയമത്തെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കാം. ജസ്റ്റിസ് ഫ്രാങ്ക് പോർട്ടർ rightly comments that the Supreme Court is the constitution by performing this function of judicial review.
ഇപ്പോൾ ഇവിടെ അമേരിക്കയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് പാംഫോർട്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതിയാണെന്ന് പറയുന്നത് ഭരണഘടനയെന്ന് പറയുന്നത്. അതായത് ബൈ പെർഫോമിങ് ദിസ് ഫങ്ഷൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം ഉപയോഗിക്കുമ്പോൾ ഭരണഘടനയായി മാറുന്ന ആര് തന്നെയാണ്? സുപ്രീം കോടതിയാണെന്നാണ് ഫ്രാങ്ക്ഫർട്ടിൻ്റെ അഭിപ്രായം. പുള്ളി യു എസ് കാരനാണ്. സോ ആസ് ഫാർ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA is concerned, there is no explicit mention of judicial review. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ ഭരണഘടന പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ വ്യാപകമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. സോ സം എക്സ്പ്രഷൻ ഇൻ ദിസ് റിഗാർഡ് ക്യാൻ ബി സീൻ ഇൻ ദ ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് ആൻഡ് ദി ജുഡീഷ്യറി ആക്ട് ഓഫ് 1789. ശരിക്കും എന്താണ് ഈ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഡോക്യുമെൻ്റാണ്, നിയമവ്യവസ്ഥയാണ് അതിനകത്തും, അതുപോലെ തന്നെ 1789 കൊണ്ടുവന്ന ജുഡീഷ്യറി ആക്ടിനകത്തുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഭരണഘടനയിൽ വലുതായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നില്ല. സോ ദ റിയൽ സ്റ്റാൻഡിംഗ് പോയിന്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ക്യാൻ ബി സീൻ ഇൻ ദ ചീഫ് ജസ്റ്റിസ് മാർഷൽ വേർഡിക്റ്റ് ഇൻ ദ മാർബറി വേഴ്സസ് മാഡിസൺ കേസ്. 1803 അമേരിക്കയിലുണ്ടായ ഒരു കേസാണ് ഏതാ, മാർബറി വേഴ്സസ് മാഡിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിനകത്ത് ജസ്റ്റിസ് മാർഷലാണ് എന്ത് കൊണ്ടുവന്നത്, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് സർക്കംസ്റ്റാൻസസ് ഇൻ ദിസ് കേസ് വാസ് റിലേറ്റഡ് വിത്ത് ജോൺ ആഡംസ് ഡിഫീറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിത്ത് തോമസ് ജെഫേഴ്സൺ. 1801 അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജോൺ ആഡംസിൻ്റെ പരാജയം, അതായത് അദ്ദേഹം ആരുമായിട്ട്, തോമസ് ജെഫേഴ്സണുമായിട്ട് എന്ത് ചെയ്തു, ഇലക്ഷൻ മത്സരിക്കുകയും ജോൺ ആഡംസ് എന്ത് ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. സോ ബിഫോർ ലീവിംഗ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, ജോൺ ആഡംസ് മേഡ് എ നമ്പർ ഓഫ് അപ്പോയിൻമെൻറ്റ്സ്. എന്ത് ചെയ്തു, ഇയാൾ തൻ്റെ ഓഫീസ് വിട്ട് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഒരു ധാരാളം അപ്പോയിൻമെൻറ്റ് ആര് നടത്തി, ജോൺ ആഡംസ് നടത്തുകയുണ്ടായി. So Marbury was one of the recipients who has the Justice of Peace in the District of Columbia. അതായത് അതിനകത്ത് ഒരു റെസിപ്പിയൻ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, മാർബറി എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ എന്താണ് ജസ്റ്റിസ് ഓഫ് പീസ് ഇൻ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിൽ എന്താ ജസ്റ്റിസ് ഓഫ് പീസ് ആയിരുന്നു ആര്, മാർബറി എന്ന് പറയുന്ന ആൾ. ഇനി മാഡിസൺ വാസ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ന്യൂ പ്രസിഡന്റ് ജെഫേഴ്സൻ്റെ പിന്നെ എന്താ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, മാഡിസൺ എന്ന് പറയുന്നത്. സോ ജെഫേഴ്സൺ ദ ന്യൂലി ഇലക്റ്റഡ് പ്രസിഡന്റ് റെഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ മാർബറി കമ്മീഷൻ. ഈ മാർബറി കമ്മീഷനെ അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല, തോമസ് ജെഫേഴ്സൺ തയ്യാറാവുന്നില്ല. സൂൺ മാർബറി ഫയൽഡ് പെറ്റീഷൻസ് ബിഫോർ ദ സുപ്രീം കോർട്ട്. ഏറെ താമസിയാതെ മാർബറി എന്ത് ചെയ്തു, കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. സുപ്രീം കോർട്ട് റെഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ കേസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ സച്ച് കേസ്. പക്ഷേ സുപ്രീം കോടതി എന്ത് ചെയ്യാൻ തയ്യാറായില്ല, ഈ കേസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അതിനകത്ത് എന്താണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ബട്ട് മാർഷൽ ദ സുപ്രീം സ്ട്രാറ്റജിസ്റ്റ് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ജുഡീഷ്യൽ റിവ്യൂ ബൈ എൻക്രോച്ചിങ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് സൂപ്രമസി. പക്ഷേ മാർഷൽ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ജുഡീഷ്യൽ റിവ്യൂ ഇവിടെ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. എങ്ങനെയാണ്, ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും സൂപ്രമസിയെ മറികടന്നത്. ഇനി മാർഷൽ എന്യൂമറേറ്റഡ് 4 പ്രിൻസിപ്പിൾസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. 4 പ്രിൻസിപ്പിൾസാണ് ആര് കൊണ്ടുവന്നത്, മാർഷൽ കൊണ്ടുവന്നു. ഒന്നാമത്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിഫെൻസ് ആൻഡ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ പ്രതിരോധിക്കുവാനും ഗവൺമെൻറ് അധികാരങ്ങൾക്ക് എന്താ നിയന്ത്രണം കൊണ്ടുവരാനും കഴിയും. രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്പീരിയർ ദാൻ ഓർഡിനറി ഇല്ല. സാധാരണ നിയമത്തെക്കാളും മുകളിൽ നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ആക്ട് ഓഫ് ദ കോൺഗ്രസ് കോൺട്രറി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഷുഡ് നോട്ട് ബി ബൈൻഡിങ് ടു ദ കോർട്ട്. അതായത് കോൺഗ്രസിൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ്, കോൺസ്റ്റിറ്റ്യൂഷന് കോൺട്രറി ആയി മാറപ്പെടുമ്പോൾ കോടതിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ അനുസരിക്കേണ്ട കാര്യമില്ല. അടുത്ത ദ ജുഡീഷ്യറി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഡിക്ലെയർ സച്ച് ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം അങ്ങനെയൊരു നിയമം വരുമ്പോൾ കോടതിയുടെ കാര്യങ്ങളെ മറികടന്നുള്ള കോടതിയുടെ ചട്ടങ്ങളെ മറികടന്നുകൊണ്ടാണ് ലെജിസ്ലേച്ചറുടെ നിയമം അവതരിപ്പിച്ച് പാസ്സാക്കുന്നതെങ്കിൽ ഇവിടെ ആ നിയമത്തെ എന്ത് ചെയ്യാൻ അൺകോൺസ്റ്റിറ്റ്യൂഷനായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കുണ്ട്,
കോടതിക്കുണ്ട്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് ആര് കൊണ്ടുവന്നത്? മാർഷൽ ഈ കേസിനകത്ത് കൊണ്ടുവന്നത്. So Thomas Jefferson refused to accept the verdict and decided to follow Hamilton's argument in the Federalist Papers which established judicial review. എന്നാൽ തോമസ് ജെഫേഴ്സൺ എന്തിനു തയ്യാറായില്ല? ഈ കോടതിയുടെ വിധിയെ അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഹാമിൽട്ടൺസ് ആർഗ്യുമെൻറ്റിനകത്ത് പറയുന്നത്, നേരത്തെ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് കാര്യം പറഞ്ഞത് ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ആ ഡോക്യുമെൻറ്റിനെ അദ്ദേഹം എന്ത് ചെയ്തു? പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ജുഡീഷ്യൽ റിവ്യൂ. അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല എങ്കിൽ പോലും എന്താ 2 കാര്യത്തെ നമ്മൾ പറഞ്ഞത് ഫെഡറലിസ്റ്റ് പേപ്പേഴ്സിനകത്തും പിന്നെ എന്താ ജുഡീഷ്യറി ആക്ട് ഓഫ് 1789 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. ദെൻ ചീഫ് ജസ്റ്റിസ് മാർഷൽസ് ജഡ്ജ്മെൻറ്റ് ഇൻ Chief Justice Marshall's agreement in Murdoch versus Maryland, then Gibson versus Seddon, 2 കേസുകളാണിത്. അപ്പോൾ ആ 2 കേസുകളിനെ എന്ത് ചെയ്തു? ആ കേസുകൾ വഴി റീഇറ്ററേറ്റഡ് ജുഡീഷ്യൽ റിവ്യൂ. ഇപ്പോൾ ഈ 2 കേസുകളുടെ പിന്നെ എന്ത് ചെയ്യുന്നു? ഈ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് ഊതി പറയാൻ തുടങ്ങുന്നു. മാർഷൽ ഗേവ് ബർത്ത് ടു ദ ഡോക്ട്രിൻ ഓഫ് ഇംപ്ലൈഡ് പവേഴ്സ്. നമുക്ക് ക്ലാസ്സിൽ കണ്ടെയാണ് ഇംപ്ലൈഡ് പവേഴ്സ്, അതായത് ഭരണഘടനയ്ക്ക് അതീതമായി പ്രസിഡന്റിന് ഉപയോഗിക്കാൻ കഴിയുന്ന അധികാരമാണ് ഏതാ? ഇംപ്ലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇംപ്ലൈഡ് പവേഴ്സിന് ആര് ജന്മം നൽകുന്നു? ഇദ്ദേഹം ജന്മം നൽകുകയും in 1954 Yearwold ചീഫ് ജസ്റ്റിസ് ഓഫ് USA used to examine constitutionality of legislation. 1954 യെർവോൾഡ് എന്ന അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്തു? ഈ ലെജിസ്ലേഷൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ ഭരണഘടനാ സാധ്യതയെക്കുറിച്ച് പരിശോധിക്കാൻ തുടങ്ങി. ദ ന്യൂ അപ്രോച്ച് ഈസ് ദാറ്റ് ദർ ഹാസ് ബീൻ ലിബറൽ ജുഡീഷ്യൽ റിവ്യൂ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ compulsion that would result in the creation of progressive legislation for establishment of progressive democracy and liberalism. അപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ സമീപനം 1954 എഡ്വേർഡ് ഈ ഭരണഘടനയുടെ സാധ്യതയെക്കുറിച്ച് പരിശോധിക്കാൻ ശ്രമിക്കുകയും ഈ ഒരു പുതിയ സമീപനം എന്ന് പറയപ്പെടുന്നത് ഒരു ലിബറൽ ആയിട്ടുള്ള എക്കണോമിക് പൊളിറ്റിക്കൽ കമ്പൾഷൻ എന്ത് ചെയ്തുകൊണ്ട് കൊണ്ടുവരികയും that would result in the creation of a progressive legislation. ഇതിന് വഴിവെച്ചു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ, ഒരു ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായ നിയമനിർമ്മാണം ഇവിടെ എന്ത് ചെയ്തു? കൊണ്ടുവരികയും ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രോഗ്രസീവ് ഡെമോക്രസി ആൻഡ് ലിബറലിസം. അവിടെ എന്താണ്? പുരോഗമനപരമായ ജനാധിപത്യവും അതുപോലെ തന്നെ എന്താണ് ലിബറലിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ലെജിസ്ലേഷൻ ഇവിടെ എന്താ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന ഈ ഒരു പോസിറ്റീവ് ചേഞ്ചിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂയിലൂടെയാണ് എന്ത് വന്നത്? ജുഡീഷ്യൽ ആക്ടിവിസം. അതായത് ജുഡീഷ്യറി ഈസ് ആക്റ്റീവ്ലി ഇൻ്റർവൈൻ ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങളിൽ ജുഡീഷ്യറിയുടെ ഇടപെടലിനെയാണ് എന്ത് പറയുക? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസം നമുക്ക് നോക്കാം. There has been lot of criticism against judicial review. ജുഡീഷ്യൽ റിവ്യൂവിനെതിരായിട്ട് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദ പവർ ഓഫ് ജുഡീഷ്യറി ആൻഡ് ബിഗാൻ ടു ആക്ട് ആസ് എ നോൺ എലക്റ്റഡ് സൂപ്പർ ലെജിസ്ലേച്ചർ ഇൻ ദ അമേരിക്കൻ സിസ്റ്റം. ജുഡീഷ്യറിയുടെ പവർ എന്ത് ചെയ്യുന്നു? ഇവിടെ വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഫലമായിട്ട്. അത് മാത്രമല്ല ഇവർ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഇറ്റ് ഈസ് ബിഗാൻ ടു ആക്ട് ആസ് എ നോൺ എലക്റ്റഡ് സൂപ്പർ ലെജിസ്ലേച്ചർ. തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സൂപ്പർ ലെജിസ്ലേച്ചർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? ഇത് അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അറിയപ്പെടുന്നു. ദ ജഡ്ജസ് ആർ നോട്ട് ഓൺലി എക്സാമിൻ ദ ലീഗാലിറ്റി ഓഫ് ലാസ് ബട്ട് ആൾസോ ഇറ്റ്സ് റീസണബിൾനെസ് ആൻഡ് അഡ്വൈസബിലിറ്റി. ഇറ്റ് മേക്സ് ഡിസിഷൻസ് ഓഫ് ജഡ്ജ് മോർ പൊളിറ്റിക്കൽ. എന്ത് ചെയ്യുന്നു? ജഡ്ജസ് എന്ന് പറയപ്പെടുന്നവർക്ക് എന്താണ്? നിയമത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിൻ്റെ റീസണബിലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ റാഷണാലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ യുക്തിവാദത്തെക്കുറിച്ചും അതുപോലെ തന്നെ എന്താ അതിൻ്റെ അഡ്വൈസബിലിറ്റി, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഇറ്റ് മേക്സ് ഡിസിഷൻസ് ഓഫ് ജഡ്ജസ് മോർ പൊളിറ്റിക്കൽ. ഇതെന്ത് ചെയ്യുന്നു? ജഡ്ജിമാരുടെ തീരുമാനം എന്താ കുറേ കൂടി രാഷ്ട്രീയപരമാക്കി എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. Then judicial review cannot be
എക്സസൈസ്ഡ് അൺലെസ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആർ ചലഞ്ച്. അപ്പോൾ എന്താണ്, ലെജിസ്ലേറ്റീവ് മെഷേഴ്സിനെ ചലഞ്ച് ചെയ്യുന്ന ആ സമയത്തല്ലാതെ ജുഡീഷ്യൽ റിവ്യൂ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. ദ കോർട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിറ്റർമൈൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. ഇപ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ത് ചെയ്യാൻ തീരുമാനിക്കാനായിട്ട് കഴിയുന്നത്. സം പീപ്പിൾ റെഫ്യൂസ്ഡ് ടു റീകൺസീൽ ദ കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഡെമോക്രസി. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തു, ഈ ഡെമോക്രസിയെയും ജുഡീഷ്യൽ റിവ്യൂവിനെയും തമ്മിൽ എന്ത് ചെയ്യുവാൻ, ഒരു റീകൺസീലിയേഷൻ, ഒരു അനുരഞ്ജനത്തിൽ കൊണ്ടെത്തിക്കാൻ എന്ത് ചെയ്തു, ശ്രമം നടത്തുന്നു. ദ ജഡ്ജസ് ആർ കൺസർവേറ്റീവ് ആസ് സച്ച് ദേ ഡു നോട്ട് സപ്പോർട്ട് പ്രോഗ്രസീവ് ലെജിസ്ലേഷൻ. പക്ഷേ ജഡ്ജിമാർ ആരായി മാറി, കൺസർവേറ്റീവുകളായി മാറി. എന്ന് വെച്ചാൽ എന്താ, യാഥാസ്ഥിതികവാദികളായി മാറപ്പെടുകയും ഈ ഒരു പ്രോഗ്രസീവ് ലെജിസ്ലേഷനെ ഇവർ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ തയ്യാറായതും ഇല്ല. സോ ദ ക്രിറ്റിസിസം ഓഫ് ജുഡീഷ്യൽ റിവ്യൂ പേവ്ഡ് ദ വേ ഫോർ ഇറ്റ്സ് റിഫോംസ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു വിമർശനം ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് റിഫോം കൊണ്ടുവരുന്നതിന് കാരണമായി. പക്ഷേ എല്ലാ റിഫോംസും എന്ത് ചെയ്തു, ദേ മേ ബി സജസ്റ്റഡ് റിമൈൻ ആസ് എ ഡെഡ് ലെറ്റർ. അതിന് യാതൊരു വിധമായ മാറ്റവും, ഇങ്ങനെ റിഫോംസ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് ചെയ്യാൻ കഴിഞ്ഞില്ല, കാര്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ദസ് ജുഡീഷ്യൽ റിവ്യൂ ഇവോൾവ്ഡ് in USA remain as a symbol of their constitution as a necessary evil. അപ്പോൾ ഇവിടെ ഇന്നും USA എന്താ, ഈ ജുഡീഷ്യൽ റിവ്യൂ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിമ്പിളായിട്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ഈവിളാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു തിന്മയാണ് എന്ന ഒരു കൺസെപ്റ്റിൻ്റെ പ്രതീകമായിട്ട് ഇന്നും എന്താ, ജുഡീഷ്യൽ റിവ്യൂ എവിടെ കേൾക്കുന്നു, അമേരിക്കയിൽ.